നമസ്കാരം, ഞാൻ ആര്യ. എന്തെങ്കിലും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് വീണ്ടും ഒരു ഡ്രസ് ഹോളാണ്. ടോപ്സാണ് കേട്ടോ ഇത്തവണ എടുത്തിട്ടുള്ളത്. റാൻഡമായിട്ട് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ടോപ്സാണ്. അങ്ങനെ ഒരേ കാറ്റഗറിയിൽ വരുന്നതല്ല. ജീൻസിൻ്റെ ഒപ്പമൊക്കെ ഇടുന്ന ഇതുപോലെയുള്ള ഷോർട്ട് ടോപ്സ് ഉണ്ട്, കഫ്താനുണ്ട്. അങ്ങനെ റാൻഡമായിട്ട് സെലക്ട് ചെയ്ത ഒരു 5 ടോപ്സ് ഉണ്ട്. ഫസ്റ്റ് ഈ ഒരു ടോപ്പിനെ പറ്റി തന്നെ പറയാം. കാരണം ഈ ഒരു ടോപ്പ് കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടിട്ട് കുറേ എൻക്വയറി വന്നായിരുന്നു. കമൻസിൽ ഞാൻ കണ്ടു. എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലിങ്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ഒരു സ്കേർട്ടിൻ്റെ ഒരു വീഡിയോയിലാണെന്ന് തോന്നുന്നു ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നത്. ഈ ഒരു ബ്ലാക്ക് ടോപ്പാണ് കേട്ടോ. ഫസ്റ്റ് ഇതിനെ പറ്റിയിട്ട് തന്നെ പറയാം. അപ്പോൾ ഇത് ഒരു സോളിഡ് ബ്ലാക്ക് ടോപ്പാണ്. നിങ്ങൾക്കത് കാണുമ്പോൾ അറിയാം. ഇതാ കണ്ടോ? ഓക്കെ. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനായിട്ട് ഇതിൻ്റെ സ്ലീവ്സ് ആണ് കേട്ടോ. ഇത് വന്നിട്ട് ഈ റഫിൾ സ്ലീവ്സ് ആണ്. ഓക്കെ. ബ്ലാക്ക് ആയത് കാരണം നമുക്ക് എന്ത് ഡ്രസ്സിൻ്റെ ഒപ്പം വേണമെങ്കിലും പെയർ ചെയ്യാവുന്നതാണ്. ഓക്കെ. അപ്പോൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഞാൻ എടുത്തിട്ടുള്ള സൈസ് XL ആണ്. എന്തായാലും ഞാൻ ലിങ്ക്സ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ്. അടുത്തത് ഈ ഇട്ടിരിക്കുന്ന ഒരു ടോപ്പാണ് കേട്ടോ. ഇത് ഞാൻ കുറേ ആയിട്ട് യൂസ് ചെയ്യുന്നൊരു ടോപ്പാണ്. കാഷ്വലായിട്ട് പുറത്ത് പോകുമ്പോഴൊക്കെ പെട്ടെന്ന് ഇട്ടുകൊണ്ട് പോകാനും ഇടുന്ന സമയത്തും അതുപോലെ തന്നെ നല്ല കംഫർട്ടബിളാണ്. മെറ്റീരിയലും ഒക്കെ നല്ല കോട്ടൺ ആണ് കേട്ടോ. മാക്സ് ഫാഷൻ്റെ ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറയാനായിട്ട് ഇവിടെ എലാസ്റ്റിക്കാണ്. ഓക്കെ. ഈ താഴെ വരുന്ന ഈ ഒരു ഇവിടെ എലാസ്റ്റിക് ഉണ്ട്. ഈ ഒരു കളർ ഇതൊരു വൈറ്റ് അല്ല, ഒരു ബീച്ച് കളറാണ്. ഓക്കെ. ബ്ലാക്കും കൂടി വരുന്നൊരു ഡിസൈൻ. നല്ല രസമുണ്ട്. കാഷ്വലായിട്ട് നമുക്ക് ഇട്ടിട്ട് പോകാൻ ജീൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ പാൻസിൻ്റെ ഒപ്പം. ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് പാൻസാണ് ഇട്ടിട്ടുള്ളത്. നല്ല കംഫർട്ടബിളായിട്ട് ഇടാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് വൺ. ഇനി അടുത്ത് കാണിക്കാനുള്ളത് ഈ ഒരു ടോപ്പാണ്. ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഡെനിം ടോപ്പായിട്ട് തോന്നാം, പക്ഷെ അല്ല. ഇത് മെറ്റീരിയൽ റയോൺ ആണ്. ഓക്കെ. ഈ ഒരു കളറും ഒക്കെ കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് കേട്ടോ. മെറ്റീരിയൽ റയോൺ ആണ്, 100% റയോൺ ആണ്. ഇനി ഇതിൻ്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ ഈ ഒരു നെക്കിന് ഇവർ പറയുന്നത് റിസോർട്ട് കോളർ നെക്ക് എന്നാണ് ഈ ഒരു ഡിസ്ക്രിപ്ഷനിൽ ഇവർ പറയുന്നത് കേട്ടോ. അപ്പോൾ എനിക്കതിനെപ്പറ്റി കൂടുതൽ അറിയില്ല. ഓക്കെ. എന്തായാലും സ്ലീവ്സ് ഒക്കെ ഷോർട്ട് സ്ലീവ്സ് ആണ്. ടോപ്പും അതുപോലെ ഒരു ക്രോപ്പ് ടോപ്പിൻ്റെ ആ ഒരു ലെങ്ത്ത് മാത്രമേ ഉള്ളൂ. ഓക്കെ. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. നമുക്ക് ബട്ടണൊക്കെ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ. സ്ലീവ്സും ഒക്കെ നല്ല രസമുണ്ട് കേട്ടോ. മൊത്തത്തിൽ നല്ല രസമുണ്ട്. ജീൻസിൻ്റെ ഒപ്പം അല്ലെങ്കിൽ ഞാനിപ്പോൾ കാഷ്വൽ പാൻസാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇത് എനിക്കൊത്തിരി ഇഷ്ടമായ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് സ്റ്റൈൽ ചെയ്താൽ നല്ല അടിപൊളിയായിരിക്കും. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ്. അടുത്തതൊരു കഫ്താൻ ടോപ്പാണ്. ഇത് ജനസിയ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ഒരു ഷോർട്ട് ടോപ്പാണ് കേട്ടോ. അപ്പോൾ ഇത് വന്നിട്ട് നമുക്കിവിടെ ടൈ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഓക്കെ. പക്ഷേ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല കേട്ടോ. ഇത് വെറുതെ ഒരു ഡമ്മിയാണ്. ഓക്കെ. ഇങ്ങനെ വെറുതെ ടൈ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് ഇലാസ്റ്റിക്കാണ്. ഓക്കെ. ഈ ഭാഗത്തായിട്ട് ഇവിടെ ഒരു ഇലാസ്റ്റിക് വരുന്നുണ്ട്. പിന്നെ ഇത് വെറുതെ ഒന്ന് ടൈ ചെയ്യാന്നേ ഉള്ളൂ. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ടൈ ചെയ്യുന്ന അങ്ങനെയല്ല. യൂഷ്വലി കഫ്താനിൽ അങ്ങനെയാണ് വരുന്നത്. ഓക്കെ. അപ്പോൾ അങ്ങനെയല്ല. ഇവിടെ നിന്ന് ഇങ്ങനെ സ്ലിറ്റ് വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ടോപ്പിൻ്റെ ഒരു ലെങ്ത് പറയുകയാണെങ്കിൽ ഈ ഒരു ലെങ്ത്താണ്. പിന്നെ മെറ്റീരിയൽ കോട്ടൺ ആണ് കേട്ടോ. അതെടുത്ത് പറയണം. ഈ ഒരു സമ്മറിൽ പെർഫെക്റ്റ് ആയിരിക്കും. കാരണം മിക്സ് ഒന്നുമല്ല, 100% കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ ഓക്കെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ടോപ്പ്. അടുത്തതൊരു കഫ്താൻ ഡ്രസ്സാണ്. നീ ലെങ്ത്താണ് വരുന്നത്. സ്ലിറ്റ് ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രസ്സായിട്ടും യൂസ് ചെയ്യാം, ഇല്ലെങ്കിൽ കുർത്തയായിട്ടും യൂസ് ചെയ്യാം. ഇതാണ് ഡ്രസ്സ് വരുന്നത്. ഓക്കെ. വൈറ്റ്, ഗ്രേ ആൻഡ് പിങ്ക് കളർ കോമ്പിനേഷനിലാണ് വരുന്നത്. ഓക്കെ. ഈ ഒരു പിങ്ക് എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എടുത്ത് നിൽക്കുന്നില്ല. ഓക്കെ. അപ്പോൾ നമുക്ക് ഒരു സമ്മറിലൊക്കെ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. പ്യോർ കോട്ടൺ ആണ് കേട്ടോ. അപ്പോൾ പിന്നെ ഈ ഒരു ഫ്രണ്ടിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നെ ടൈ ചെയ്യാൻ പറ്റും. ഓക്കെ. അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. വേറെ ഒന്നുമില്ല പറയാനായിട്ട്. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് നമ്മുടെ ഡ്രസ്സ്.
അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. റാൻഡമായിട്ട് ചൂസ് ചെയ്ത കുറച്ച് ടോപ്സ് ആയിരുന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. അപ്പോൾ എല്ലാത്തിൻ്റെയും ലിങ്ക്സ് ഞാൻ കൊടുത്തേക്കാം, ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.